നഷ്ടസ്വർഗം. രചന അനൂപ് കളൂർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഇത്തിരി നേരം എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം പ്ലീസ് നീത. നിനക്ക് നാണമില്ലേ? എത്ര വട്ടം പറഞ്ഞിട്ടും ബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ പുറകെ വന്ന് ശല്യം ചെയ്യാൻ? പഴയ പോലെയല്ല, ഇനിയൊരു അവസരം ചോദിച്ചു വരാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. എന്തി നീ മരിക്കാൻ പോവാണോ? കുറേ തവണ മരിച്ചല്ലേ ഇങ്ങനെ വാക്കുകൾ കൊണ്ട്? മരണം എത്ര നിസ്സാരമാണോ, മറവിയല്ലേ കഠിനം. നീറി എത്ര കാലമായി ഞാനിങ്ങനെ. കഴിഞ്ഞൊന്നും ഓർപ്പിക്കാൻ വന്നല്ല നിന്നെ. എനിക്ക് താല്പര്യമില്ല, മേലിൽ എനിക്ക് വിളിക്കരുത്. ഇത്രയെങ്കിലും ഉള്ളിൽ മനുഷ്യത്തുണ്ടെങ്കിൽ. പറഞ്ഞു തീരും മുന്നേ മറുതലക്കൽ വാക്കുകൾക്കപ്പുറം വലിയൊരു ശബ്ദം കേൾക്കാം. വാശി പണ്ടുള്ളതല്ലേ, ആ ഫോൺ പൊട്ടിക്കാണും. സാധാരണ പോലെ തന്നെ ആ നമ്പരും ബ്ലോക്ക് ചെയ്തു. മാസങ്ങൾക്കപ്പുറം ഒരു ഉച്ചനേരം പോസ്റ്റ്മാൻ പടിയടന്നെത്തി. മേഡം, ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് ഉണ്ട്. കത്തിന് പുറത്ത് അയച്ച ആളുടെ അഡ്രസ്സ് കാണാം. ഏതോ ഒരു അഡ്വക്കേറ്റ് ഹരിനാരായണൻ. തുറന്നു നോക്കിയപ്പോൾ കുറേ പേപ്പേഴ്സിന് കൂടെ ഒരു കത്തും. അരവിന്ദിന്റെ പേരിലുള്ള വീടും പുരയിടവും അതിലടങ്ങിയിട്ടുള്ള എല്ലാ വസ്തുവകളും താങ്കളുടെ പേരിൽ ഇഷ്ടദാനം എഴുതി വെച്ചിരിക്കുന്നു. കൂടെ അയച്ചതെല്ലാം അതിനെക്കുറിച്ചുള്ള ഡോക്യുമെന്റ്സ് പേപ്പേഴ്സാണ്. ഒറിജിനൽ വാങ്ങാനും ബാക്കിയുള്ള നടപടികൾക്കും വേണ്ടി ഇത് കിട്ടിയതിന് ശേഷം എന്നെ ബന്ധപ്പെടുക. ഒരു നിമിഷം കോപത്തോടെ തരിച്ചു നിന്നു. വൈകാതെ തന്നെ ആ അഡ്രസ്സിൽ താഴെയുള്ള നമ്പറിൽ വിളിച്ചു. ഹലോ ഹരിനാരായണൻ. അതെ, ആരാണ്? എന്താ വേണ്ടത്? ഞാൻ നിധിയാണ്. താങ്കളുടെ ഓഫീസിൽ നിന്ന് എനിക്കൊരു പോസ്റ്റ് കിട്ടി. എനിക്കൊരു ബന്ധുവില്ലാത്ത ഒരാൾ എനിക്കിതിനു വേണ്ടി ഈ നാടകം കാണിക്കുന്നു. ഒരാളുടെയും ഒന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങൾ എന്തായാലും ചെയ്താണ് ഇതെല്ലാം. അയാൾ കരുതിയോ സ്വത്തും പണം കൊണ്ട് ഞാൻ പുറകെ പോകുന്നു? മേഡം, എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ ജോലി ചെയ്തു, അത്രയേ ഉള്ളൂ. നേരിൽ വന്നാൽ ഞാനെല്ലാം വ്യക്തമാക്കി തരാം. അവിടെ വരാം, ഇപ്പം തന്നെ. സോറി മേഡം, ഞാനിപ്പോൾ നാട്ടിലില്ല. നാളെ രാവിലെ എത്തൂ. എത്തിയ ശേഷം ഈ നമ്പറിൽ വിളിച്ചാൽ മതിയോ? ശരി, നാളെ തന്നെ തീർക്കണമല്ല. ഞാൻ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരാൾ എന്നെ ഇങ്ങനെ പിന്തുടരുന്നു ഇനി ഞാൻ സഹിക്കില്ല. നിയമം കൊണ്ട് നേരിടേണ്ടി വരും എനിക്കിനി. ഇല്ല മേഡം, ഞാൻ നാളെ തന്നെ എല്ലാം വ്യക്തമാക്കാം. ഞാൻ ലൊക്കേഷൻ അയച്ചിടാം. നാളെ 10 നിങ്ങൾ അവിടെ എത്തിയാൽ മതി. ശരി, അത് മതി. രാത്രി എങ്ങനെ തീർത്തു എന്നറിയില്ല. ഒരിക്കലും വിളിക്കരുതെന്ന് ഉറപ്പിച്ച അവനെ സായി കെട്ടി വിളിച്ച് ചീത്ത പറയാൻ നോക്കിയപ്പോൾ മൊബൈൽ ഓഫും. പിറ്റേന്ന് പറഞ്ഞതിലും നേരത്തെ കൂട്ടുകാരി ദയയുമായി യാത്ര പുറപ്പെട്ടു. ഒരു കുഞ്ഞു വീടിൻ്റെ മുമ്പിലാണ് അയച്ച ലൊക്കേഷൻ എത്തിച്ചത്. പരന്നു കിടക്കുന്ന പൂന്തോട്ടത്തിൽ നിറയെ പൂക്കൾ, നടുവിൽ കുഞ്ഞു കുളം, അതിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരച്ചെടികൾ, അതിനു ചുറ്റും നീന്തി തുടിക്കുന്ന മീൻ കുഞ്ഞുങ്ങൾ. പക്ഷേ തക്കം പാർത്തിരുന്ന ഒരു കുഞ്ഞു തവളയും, വരാന്തയിൽ പൊടി പിടിച്ച് കിടക്കുന്ന പുതിയൊരു ബുള്ളറ്റ്, അതിൽ അമൂസും കുഞ്ഞിയും ഞാൻ എന്നൊരു എഴുത്തും. എവിടേക്കോ പാതി കണ്ടു നിർത്തിയ അവ്യക്തമായ സ്വപ്നം പോലെ അടഞ്ഞു കിടക്കുന്ന വീടിൻ്റെ പ്രതീതി. മുറ്റം നിറഞ്ഞു കിടക്കുന്ന ഇലകളും പരിസരവും പറഞ്ഞു തന്നു. അടുത്തൊന്നും മറ്റൊരു വീടില്ല. ചിന്തിച്ച് നിൽക്കുന്ന നേരം ഒരു കാറ് പാഞ്ഞെത്തി. സോറി, ഞാൻ അല്പം താമസിച്ചു, ക്ഷമിക്കണം. അധികം പ്രായമില്ലാത്ത ഒരാൾ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. എൻ്റെ ജോലി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കറിയാം നിങ്ങൾക്കിത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ലെന്ന്. പക്ഷേ എനിക്ക് ചെയ്തല്ലേ പറ്റൂ. കൂടുതൽ പറഞ്ഞ് വൈകിക്കേണ്ട. എവിടെയാണ് ഞാൻ ഒപ്പിട്ടേണ്ടത്? അത് മാത്രം മതി. ഇവിടെ തീരണമല്ല. സോറി, അവൻ ഈ നിമിഷവും മുന്നിൽ കണ്ടിട്ടാവാം. ഇതൊന്നും ആവശ്യമില്ലെങ്കിൽ അടുത്തുള്ള ബേബി കെയർ ഓർഫനേജിൻ്റെ പേരിൽ നിങ്ങളോട് ഇതെല്ലാം കൈമാറ്റം ചെയ്യാൻ നിയമപരമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഒന്നും വേണ്ടെന്നല്ലേ പറഞ്ഞ് ആ ഒരു നല്ല കാര്യം ചെയ്ത് പിരിഞ്ഞൂടെ നമുക്ക്? ആദ്യം അവനോട് ഈ ഒളിഞ്ഞെന്നുള്ള നാടകം അവസാനിപ്പിക്കാൻ പറ. ഒരു മനമാറ്റം എന്നിൽ നിന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട അവൻ. മേഡം, ഞാൻ തർക്കിക്കാനില്ല. അടുത്താണ് ഈ സ്ഥലം. ഒന്ന് വന്ന് ക്ലിയർ ആക്കിയാൽ ബാക്കി ഞാൻ നോക്കിക്കോളാം. പിന്നെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല ഒരിക്കലും. പ്ലീസ്, ഞാൻ ഉറപ്പ് തരാം. എന്തായാലും വന്നില്ലേ നീതേ, നമുക്ക് തീർത്തിട്ട് പോവാം. വാ. ദയ പറഞ്ഞു നിർത്തി. തിരക്കൊഴിഞ്ഞ ഉൾനാടൻ വഴികളിലൂടെ ഒടുവിലൊരു നീണ്ട പഴയ സ്കൂളിനെ ഓർമ്മിപ്പിക്കും വിധത്തിൽ നീണ്ട കെട്ടിടത്തിന് മുമ്പിൽ എത്തിപ്പെട്ടു. അമ്മു ചേച്ചി. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയതും ഓടി വന്നൊരു കുഞ്ഞിപ്പെണ്ണ് കെട്ടിപ്പിടിച്ചു. എൻ്റെ ഏട്ടൻ വന്ന കൂടെ എന്നോടുള്ള പിണക്കം മാറിയില്ല ഇപ്പോഴും? ആരെയോ തിരയും പോലെ വണ്ടിക്ക് ചുറ്റും നടന്നു നോക്കി. ആ കുഞ്ഞിൻ്റെ കൂടെ വേറെ 2 കുട്ടികളും. മറ്റാരും വണ്ടിയിൽ നിന്ന് കണ്ടപ്പോൾ മറ്റു 2 കുട്ടികൾ സങ്കടത്തോടെ തിരികെ പോയി. ഒരു കുട്ടി തലതാഴ്ത്തി നിന്നു. എന്തി എന്നെ മനസ്സിലായില്ലേ ചേച്ചിക്ക്? അമ്മ എന്താളിക്കണ്ട, ഇവിടെ എല്ലാവർക്കും നിന്നെ നല്ല പരിചയമാണ്. നിന്റെ ജീവിതത്തിലെ ഓരോ സന്തോഷ നാളുകളും ഈ കുഞ്ഞുങ്ങളിവിടെ സന്തോഷത്തോടെ ആഘോഷിക്കാറുണ്ട്. ഇല്ലെന്ന് ആ കുഞ്ഞിനോട് തലയാട്ടിയ സമയം മദർ അടുത്തെത്തിയിരുന്നു. അകത്തൊരു മുറിയുണ്ട്, അതിൽ നിറയെ നിന്റെ ചിത്രങ്ങളാണ് അവൻ പലപ്പോഴായിട്ട് വരച്ച് ചേർത്തിട്ടുള്ളത്. ഈ കുഞ്ഞില്ലേ അവൻ്റെ ജീവനാ. പേര് അതുല്യ. അവൻ മാത്രം അവളെ കുഞ്ഞിന്ന് വിളിക്കും, ബാക്കിയെല്ലാവരും ആദൂന്ന്. അവളും അങ്ങനെയെ സമ്മതിക്കൂ. ഒന്നും മനസ്സിലാവാത്ത പോലെ നീ അമ്പരന്ന് നിന്നു. താനകത്തേക്ക് പാടും, എല്ലാം മനസ്സിലാവും. എന്തൊക്കെയോ പറഞ്ഞു തീർക്കാൻ നിന്ന മനസ്സ് അറിയാതെ മദറിൻ്റെ പിറകെ ചലിച്ചു. നീണ്ട വരാന്തയുടെ അറ്റത്ത് നിറയെ ചിത്രങ്ങൾ നിറഞ്ഞൊരൊറ്റമുറി. എൻ്റെ തന്നെ പല പോസിലുള്ള ജീവനുള്ള ചിത്രങ്ങൾ പകർത്തി വെച്ച പോലെ. അതും ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ. ഞാൻ പോലും അറിയാതെ അവൻ എന്നെ പിന്തുടർന്നിരുന്നു എന്ന സത്യം ഇപ്പോഴാണ് അറിയുന്നത്. കൈവിരലിൽ തൂങ്ങി കുഞ്ഞിയെ ഒട്ടി നിൽക്കുന്നുണ്ട്. അതു ദേഹനങ്ങാതെ പോയി കിടന്നോ? മതി കേട്ടോ. മദറെ, ഇത്തിരി നേരം കൂടി ഞാൻ അമ്മു ചേച്ചിയുടെ കൂടെ നിന്നോട്ടെ പ്ലീസ്.
ശരി, അവളെ കൂടുതൽ ശല്യം ചെയ്യരുത് കേട്ടോ. അമ്മു ഒന്ന് ശ്രദ്ധിക്കണേ. ആദുവിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് നേരെയാവുന്നേ ഉള്ളൂ. യാന്ത്രികമായി തലയാട്ടി. മറ്റേതോ ലോകത്ത് നിൽക്കുകയാണ് മനസ്സ്. ഏട്ടന് കുഞ്ഞിനോടുള്ള പിണക്കം തീർന്നില്ല ഇപ്പോഴും. എത്ര ദിവസങ്ങളായി ചേച്ചി, ഞാൻ പാവല്ലേ, ഇതിനെത്രക്ക് വാശി. ആ കുഞ്ഞിക്കണ്ണുകൾ നിറഞ്ഞു. അയ്യോ മോളെ കരയില്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല. എന്താ ഞാൻ ഈ കുഞ്ഞിനോട് പറയാം, എനിക്കറിയില്ല. മനസ്സൊന്ന് മാറാൻ വേണ്ടി അവൾ ചോദിച്ചു. എന്ത് രസമായിട്ടാ കുഞ്ഞി കണ്ണെഴുതിയത്? ആരെങ്ങനെ എഴുതി തന്നേ? ഞാൻ തന്നെ എഴുതിയതാ, ഏട്ടൻ പഠിപ്പിച്ചതാ. കണ്ണെഴുതിയിലെ ചെക്കൻ ചീത്ത പറയടോ. ചെക്കനോ? ഏട്ടനല്ലേ? അതിനെന്താ, ഇവിടെ എല്ലാവരും എടാ പോടാ കൊരങ്ങാന്നൊക്കെ വിളിക്കുമല്ലോ. ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചു തരാം. ഞാൻ വയ്യാണ്ട് കിടക്കുമ്പോൾ എല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കുവാട്ടോ. അപ്പൊ ചെക്കൻ പറയാ കണ്ണെഴുതാത്തോണ്ട് കുഞ്ഞിനെ കാണാൻ ഒരു രസമില്ലാന്ന്. മോക്കിനിട്ടൊന്ന് കൊടുക്കാൻ തോന്നിയതാ. വരട്ടെ ഇങ്ങോട്ട്. മോള് റൂമിൽ പൊക്കോ കേട്ടോ, ഞാൻ മദറിനെ ഒന്ന് കാണട്ടെ. വേഗം പോയി വാ അമ്മൂസേ. എന്താ വിളിച്ചു നീ? അമ്മൂസേന്ന്. ചേച്ചിക്ക് അങ്ങനെ വിളിക്കണല്ലേ ഇഷ്ടം. എന്നോട് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പുതിയ ബുള്ളറ്റ് വാങ്ങിയിട്ടുണ്ട്. അമ്മൂസും കൂടെ വന്നാൽ കുറെ ദൂരത്തേക്ക് അമ്മൂസും കുഞ്ഞിയും ഞാനും കൂടി ട്രിപ്പ് പോകുമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറ്റിക്കും ചെക്കൻ. പാവാട്ടെൻ്റെ ഏട്ടൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് സ്വന്തം ജീവിതം മറന്നുപോയിരുവൻ. ദേഷ്യമോ സങ്കടമോ എന്തൊക്കെയോ നിറയുന്ന ഉള്ളിൽ. അറിയാതെ നിറയുന്ന കണ്ണുകളെ മറച്ചുകൊണ്ട് മദറിന്റെ റൂമിലോട്ട് കയറി. എന്തൊക്കെയാ അവൻ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്? അവരാരാ ശരിക്കും? സ്നേഹിച്ച് വേദനിപ്പിക്കാനല്ലേലും അവന് ലഹരിയ. ഇപ്പൊ മറ്റൊരു തീരം തേടിപ്പോയി കാണും. ഈ പാവം കുഞ്ഞുങ്ങൾ അറിയുന്നില്ല ഇതൊന്നും. ദുഷ്ടൻ, നന്നാവില്ല. കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു നിർത്തും. നിനക്ക് തെറ്റി മോളെ. അവനെ തിരയുന്ന ആ 3 പേരിലും ജീവിതവും വെളിച്ചവും അവനാ. മദർ എന്താ പറയുന്നേ? ഒരു ന്യൂസ് പേപ്പർ മദർ മുന്നിലോട്ട് നീട്ടി. മരണത്തിലും പുനർജനിച്ച യുവാവ് എന്നൊരു തലക്കെട്ടിന് താഴെ അവന്റെ ചിത്രം. മരണാനന്തരം എല്ലാ അവയവങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്ത് മാതൃകയായി. വായിച്ചു തീർക്കാൻ കഴിയാതെ നിറഞ്ഞു കവിഞ്ഞ കണ്ണുകൾ അടച്ചു. വിധി അവനെ തട്ടിയെടുത്തല്ല, അവൻ വിധിയെ തട്ടിയെടുത്തതാ. എല്ലാ മുൻവിധികളോടും കൂടി ആദുവിന്റെ ഹൃദയം അത്രയും വീക്കായ സമയത്ത് തന്നെ ആദു അവൾ അഡ്മിറ്റ് ചെയ്ത ആശുപത്രിക്ക് മുമ്പിൽ. നിറഞ്ഞ കണ്ണുകൾ പതറുന്ന വാക്കുകളിലെ നിസ്സഹായത തളർത്തി. ആദുവിന്റെ ഹൃദയത്തുടിപ്പും ആ മരത്തിന് കീഴെ വഴിയിലേക്ക് നോക്കിയിരിക്കുന്ന 2 കുഞ്ഞുങ്ങളില്ലേ, അവർക്ക് മിണ്ടാനോ കാണാനുള്ള കഴിവില്ലായിരുന്നു. പക്ഷേ ഇന്ന് അവരിലെ കാഴ്ചയായത് അവനാണ് മോളെ. ഞാൻ ഒറ്റയ്ക്കൊരു യാത്രക്കുള്ള തയ്യാറെടുപ്പില്ല. വൈകാതെ തിരിച്ചു വരും 3ആയിട്ട്. ആദ്യം നിങ്ങൾക്കൊക്കെ വിഷമം തോന്നിയാലും പിന്നെ സന്തോഷാവെന്ന് പറഞ്ഞിറങ്ങിയതവൻ. ഞങ്ങൾ ആരും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല മോളെ. അവൻ ഇറങ്ങും മുന്നേ എൻ്റെ കൈ പിടിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്. ഒരിക്കൽ എന്നെ തേടി നിത വരും. അവളോട് അമ്മ പറയണം, ഇഷ്ടം കൊണ്ടാണ് ഞാൻ അവളെ നഷ്ടപ്പെടുത്തിയതെന്ന്. ആ നഷ്ടത്തെ മാത്രമേ എനിക്ക് ഈ ജന്മം ഇഷ്ടപ്പെടാനും കഴിയുമെന്നും. തിരികെ പറയാൻ വാക്കുകളില്ലാതെ തളർന്നിരിക്കുമ്പോൾ കൈയെത്തിച്ച് കുഞ്ഞു കൈകളാൽ കണ്ണുനീർ തുടച്ചുകൊണ്ട് കുഞ്ഞി ചേർന്ന് നിന്നു. കാലങ്ങൾക്ക് മുമ്പ് ഒരേ താളത്തിൽ തുടിച്ചിരുന്ന ആ ഹൃദയമിടിപ്പ് എൻ്റെ കൈകളിൽ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പുറത്തു നിന്ന് എന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആ കുഞ്ഞു കൺകളിൽ നോവിൻ്റെ ഒരു നേർത്ത തേങ്ങലും.